പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളുടെ സാധാരണ ഒരു കപ്പാസിറ്റി. പക്ഷെ നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നത്? ഈശോയിലാണ് വിശ്വസിക്കുന്നത്. ഈശോ ആരാണ്? സഫറിങ് സെർവൻ്റാ, സഹനദാസനാണ്. ഈശോയിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണ ഈശോയുടെ ഉയർപ്പിലാണ്. പക്ഷേ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വരും. എന്താണ്? അവൻ്റെ മരണം പ്രഖ്യാപിക്കണം. മരണം പ്രഖ്യാപിച്ച് അവൻ്റെ ഉയർപ്പിൽ വിശ്വസിച്ച് കഴിഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വരും. എന്താണ്? അവൻ്റെ വരവ് കാത്തിരിക്കണം. ആൻഡ് ദിസ് ഈസ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് സംഭവം. ഇതെന്ന് പറയണത് തുടങ്ങണത് എങ്ങനെ? ചുമ്മാ ഒരു വ്യക്തിയെ വിശ്വസിക്കണമല്ല. ആ വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? അവൻ മരണം, അവൻ രക്ഷയാണവൻ. രക്ഷ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ രക്ഷ? ശമയോൻ ഈശോയുടെ കയ്യിലെടുത്തിട്ട് എന്നാ പറയണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ. ലുക്ക 2:30 എന്താ പറയണത്? വിശുദ്ധ ലുക്കാ സുവിശേഷം 2:30 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ ഈശോ എന്ന് പറഞ്ഞത് ആരാണ്? രക്ഷയാണ്. ഈ രക്ഷ എങ്ങനെയാണ് ഈശോ സാധിക്കണത്? അവൻ്റെ മരണത്തിലൂടെ, പാപത്തിന് പരിഹാരമായി അവൻ്റെ മരണത്തിലൂടെ. അപ്പോൾ യേശുവിനെ പ്രഖ്യാപിക്കുക, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ മരണത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് ഇറ്റ്സ് എ ഫാക്ട്, ഇറ്റ് ഇസ് ദേർ, അവിടെ ഉണ്ട്. വൈ there is inevitable sufferings in the life of Christians. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ സഫറിങ്ങിൻ്റെ ഒരു വലിയ എന്താ പറയുക ഹാർവസ്റ്റിംഗ് നടക്കുന്നത്? വിതയ്ക്കുമ്പോഴുണ്ടാകുന്ന വേദന കൊയ്യുമ്പോൾ അറിയുന്നില്ലല്ലോ. ആൻഡ് വി വിൽ ഹാർവസ്റ്റ്. നിത്യതയെ കർത്താവിൻ്റെ കൂടെ നമ്മൾ കൊയ്യും, കൃപാവരങ്ങളെ കൊയ്യും, നിത്യസന്തോഷത്തെ കൊയ്യും. അതൊക്കെ മുമ്പ് കണ്ണുനീരോടെ വിതക്കും. നമ്മൾ ഈ ഭൂമിയിലാണ് കണ്ണുനീരോടെ വിതക്കുന്നത്. അവൻ ജയഘോഷത്തെ കൊയ്യുമെന്നാണ് സങ്കീർത്തനം കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ വെളിപാട്. സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, എങ്ങനെ ഈ സർവൈവ്ഡ് ഫെയ്ത്ത്? ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തു വിശ്വസിക്കുക. ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1:12 ഇപ്പോൾ 1 യോഹന്നാൻ എൻ്റെ സുവിശേഷം 1:12 എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ, ഏറ്റു പറഞ്ഞേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോഴേ ആർക്കായി അവൻ്റെ ഈ വിശ്വാസം എന്താണ് നൽകണത്? ദൈവമക്കളാകാനുള്ള കഴിവാണ് നൽകണത്. കാര്യം എന്താണ്? അപ്പം മക്കൾക്കുള്ളതാണ്. അതാണ് ഈശോ പറയുന്നത്, വിശ്വാസിക്കുള്ളതാണ്. അതാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറയണത്. കാര്യം അവിശ്വാസിയെ നായ്ക്കളായിട്ടാണ് കർത്താവ് കാണുന്നത്. സംശയമുണ്ട്. അവിശ്വാസിയെ അവസ്ഥ എന്താണ്? അവൻ നായ്ക്ക് പട്ടിയാണവൻ.
ഞാനീ തെമ്മാടിക്കുഴി കാണുമ്പോൾ പറഞ്ഞ പട്ടികളെ കുഴിച്ചിടം കൊണ്ട് സാധനം, കാര്യം പള്ളിയിലും കയറത്തില്ല, ഒരു പരിപാടിക്കും ഇല്ല, വിശ്വാസവും ഇല്ല, ഒന്നുമില്ല. കർത്താവ് എന്താ പറയണത്? അവിശ്വാസി പട്ടിയാ, ഒരു സംശയമില്ല. അപ്പം ആർക്കാവുള്ളത്? നിത്യതയിൽ ആർക്കാണ് വിരുന്നുള്ളത്? ആർക്കാണ് വിരുന്നുള്ളത്? വിശ്വസിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കാനംകാരിയോട് അങ്ങനെ കർത്താവ് പറയണത്. കർത്താവ് അങ്ങനെ പറയാൻ കാര്യം എന്താണ്? ഇപ്പം എന്താ ഇവിടെ പറഞ്ഞിരിക്കണത്? യോഹന്നാൻ 1:12 എന്താ പറയണത്? അതായത് അവൻ്റെ നാമത്തിൽ, പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ആരാധന ആരാധന യേശുവേ ആരാധന. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ യേശുവേ ആരാധന. നിരാവ്യാധിയിൽ കഴിയുന്നവരെ സ്പർശിക്കണം, കുടുംബ സമാധാനമില്ലാത്തവരെ സ്പർശിക്കണം. കർത്താവേ ബിസിനസ് തകർന്നവരെ സ്പർശിക്കണം, മാരകരോഗികളെ സ്പർശിക്കണമേ, പരിശ്രമനിയോഗം ചെയ്തവരെ സ്പർശിക്കണമേ, ഭവനരഹിതരെ സ്പർശിക്കണമേ, അപ്പം മക്കളാകാനുള്ള കഴിവെന്ന് പറയണത് വിശ്വാസം നമുക്ക് നൽകണത് എന്താണ്? ഒരു കഴിവാണ്. അതാ യോഹന്നാൻ്റെ 1:12 പറയണത്. എന്താ പറയണത്? ഏറ്റു പറഞ്ഞ്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പൊ മക്കളെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കഴിവാണ്, എബിലിറ്റി, കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകണത് എങ്ങനെയാണ്? വിശ്വാസത്തിലൂടെയാണ്. പക്ഷേ മക്കൾക്ക് ഉള്ള അവസ്ഥ അറിയാമല്ലോ. മക്കൾക്ക്, എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? ഇവൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കണോ? അവൻ നഷ്ടപ്പെട്ടിരുന്നോ? അവനിപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു, ഇപ്പോഴും നമ്മൾ സന്തോഷിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മക്കളും ചേട്ടനും അനുജനും ഉണ്ടെങ്കിലും അവിടെ ഒരു 2 തരം അവകാശങ്ങളാണ് ഉള്ളത്. ഒന്ന് അടിമയ്ക്ക് കിട്ടുന്ന ഔദാര്യം, മറ്റത് അപ്പൻ്റെ കൂടെ നിന്ന് കിട്ടുന്ന ശാശ്വതമായ സ്മരണ. ഇത് രണ്ടും രണ്ടാ. ഇപ്പം എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചിട്ട് അവസാനം അനുഗ്രഹം അടിച്ചു മാറ്റാവുന്നൊന്നും ഒരു വ്യാമോഹം വേണ്ട. അതിന് കർത്താവ് കഥ പറയുന്നുണ്ട്. എൻ്റെ മകനെ എന്ന് പറയുമ്പോൾ മൂത്ത മകൻ ശാഠ്യം പിടിക്കും. അപ്പാ, വേശ്യകളുടെ കൂടെ ഇവൻ ദൂർത്തടിച്ചു, നമ്മുടെ കുടുംബം തറവാടിന് ചിത്തപ്പേരുണ്ടാക്കിയിട്ട് അവൻ പോയിരിക്കണാണ്. ഇപ്പം വന്നപ്പോൾ ഇത്രയും നാൾ കുഞ്ഞാടിനെ പോലെ നിന്നോട് ഞാൻ ചോദിച്ചിട്ട് നീ തന്നില്ല. അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയൊക്കെ കൊടുത്തു, വലിയ ഉടുപ്പൊക്കെ ഇട്ട് അവൻ നിൽക്കണ കണ്ടില്ലേ? എന്താ, ഞാനാണ് ധർമ്മക്കാരൻ, ഞാൻ ഇവിടെ നിന്ന് പോണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പം പറയണ വാക്കുണ്ട്, എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അല്ലാതെ അവനെ തഴഞ്ഞില്ല. നമ്മളെ ദൂർത്ത പൊത്തണേം പൊക്കി തോളെ വെച്ചോണ്ട് നടക്കണേ. അവന് ഇപ്പോഴും ധർമ്മക്കാരുടെ തന്നെ റാങ്കിൽ കിടക്കണ കക്ഷി. കാര്യം അപ്പനീ മൂത്ത മകനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഇളയ മകൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് വ്യക്തമല്ലേ? എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന്. ഇവനോട് കാണിക്കണ ഔദാര്യം എന്താണ്? ഇവൻ തന്നെ തിരിഞ്ഞ് നടന്നിട്ട് വരികയല്ലേ? ഞാനൊരു അപ്പനല്ലേ, യു അണ്ടർസ്റ്റാൻഡ് മീ. ഭയങ്കര ലീനിയൽ അണ്ടർസ്റ്റാൻഡിങ്ങാണ് സംഭവം നടന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കുവേ, ഞാൻ കൃത്യമായിട്ട് ദേവാലയത്തിൽ പോകുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ വിശുദ്ധിയോട് ജീവിക്കുന്നുണ്ട്, നോൻപ് ആചരിക്കുന്നുണ്ട്, സഭയുടെ പ്രമാണം ഏൽപ്പിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് നിൻ്റെ മുമ്പിലൊരു വില ഉള്ളില്ലല്ലോ, ഞാനിപ്പോഴും കരഞ്ഞും പിടിച്ചല്ലേ ജീവിക്കണത് എന്ന് നീ കർത്താവിനോട് ചോദിച്ചാൽ എൻ്റെ മകളെ എന്ന് പറഞ്ഞാൽ കർത്താവ് വിളിക്കും, എൻ്റെ മകനെ. കാര്യം കർത്താവ് ഇവിടെയുള്ള ഈ മിന്നലാട്ടങ്ങളൊന്നും വ്യക്തി കഥയായിട്ട് കാണുന്നില്ല. അതാണ് പ്രശ്നം. എന്താ കാണുന്നത്? നിത്യതയുടെ നിത്യമഹത്വത്തെക്കുറിച്ചാണ് കർത്താവ് മനസ്സിൽ കാണുന്നത്. അത് പങ്കാളിത്തം കിട്ടിയവനെ
ബാക്കിയുള്ളതൊന്നും വലിയ കഥയാകണ്ട. പൗലോസപ്പോസും പറയാം, ഭക്ഷിക്കാനും ഉടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ മര്യാദക്ക് ജീവിച്ചു പോകുവാനെ, ഇല്ലാത്തതൊക്കെ ആഗ്രഹിച്ചിട്ട് അതില്ലെന്നും പറഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് നടക്കല്ലേ. ബൈബിൾ എന്ത് രസമാണെന്നറിയാവോ? കാര്യം നിനക്ക് ദൈവത്തെ വേണമെന്നുണ്ടെങ്കിൽ ബൈബിൾ പറഞ്ഞു തരും നിനക്ക് സത്യമെന്തായ വിശ്വാസം എന്താണെന്ന്. കർത്താവ് ഒരു അനീതി നമ്മളോട് ചെയ്യത്തില്ല. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ആ മൂത്ത മകനോട് കർത്താവ് പറഞ്ഞ എന്താണ്? അവനൊരു ആട്ടിൻകുഞ്ഞിനെ പോലും ചോദിച്ചിട്ട് അപ്പം കൊടുത്തിട്ടില്ല. എന്താ കാര്യം? ഇത് ഒരു വിശ്വാസിയുടെ 2 ലെവലാണ്. അതായത് ദൈവത്തെ അംഗീകരിക്കാത്ത, എന്നാൽ ഗതികേട് വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പണ്ട് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഞാൻ കടപ്പുറത്ത് ജോലി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ വറുതിക്കാലം ഉണ്ടായിരുന്നു. എനിക്കുണ്ടത് 87 വലിയ വറുതിക്കാലമാണ്. അപ്പോൾ രൂപതയിൽ നിന്ന് കഞ്ഞി വീഴ്ത്ത് നടത്തും. വലിയ ചെമ്പിൽ, വട്ടച്ചെമ്പിൽ കഞ്ഞി വെച്ച് കൊടുക്കും. ഓരോ വാർഡിലും ഓരോ ചെമ്പ് വെച്ച് അയൽക്കൂട്ടത്തിൽ നിർത്തി സ്നേഹസമൂഹങ്ങൾ നിർത്തിയിട്ട് പയറും അത് കാര്യം അത്രയും വറുതിയായിപ്പോയി. വലിയ കാലമായിരുന്നു. അപ്പോൾ ഞാൻ കടപ്പുറത്ത് ഇതുപോലെ ഓരോ ഗ്രൂപ്പിൽ വട്ടച്ചെമ്പിൽ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുക, ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പള്ളിയും വരത്തില്ല. എപ്പോഴും പള്ളിക്കെതിരെ പറയുന്ന ഒരു അസുര വിത്ത് അവൻ കയറി അതിൻ്റെ അകത്ത് കഞ്ഞി വെന്ത് ആൾക്കാർക്ക് കൊടുക്കാനുള്ള സമയമാകുമ്പോൾ മണ്ണ് പൂത്തിയിറങ്ങി. ഞാൻ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. ശരിക്കും ഞാനൊന്നും വേണ്ടില്ല, ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നു. കാര്യം നാട്ടുകാർ തന്നെയാണ് നാട്ടുകാരുടെ ഭക്ഷണത്തെ മണ്ണിട്ട് വാരി ഇടുന്നത്. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മകന് ക്യാൻസറായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരും മകനെ. പക്ഷെ ആ കേസ് കർത്താവ് എടുത്തില്ല, അവൻ മരിച്ചുപോയി. അപ്പം ചില ഈ ധൂർത്തപുത്രന്മാരുടെയൊക്കെ വരുന്ന പ്രശ്നം ഇതാണ്. അതായത് ഒരു സമയത്ത് ദൈവത്തിനെ മറന്നവർ ജീവിക്കും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും കേസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ കർത്താവിൻ്റെ അടുത്ത് വരും. ചിലപ്പോൾ ആ സാധനം എടുക്കും, ചിലപ്പോൾ എടുക്കത്തില്ല. പക്ഷേ ഇതേ സമയത്ത് എന്താണ്, ഒരു കഞ്ഞിന് മണ്ണ് വാരിയിടത്തില്ല, ഉള്ളത് ദാനവും ചെയ്യും, ദൈവത്തിന് വേണ്ടി ജീവിക്കും. അവൻ്റെ മകന് ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അവൻ തീർച്ചയായിട്ടും കർത്താവ് വരും, കർത്താവ് നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ജീവിച്ചത്, എൻ്റെ മകൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നീ കണ്ണടച്ച് കളഞ്ഞല്ലോ എന്ന് നമുക്കൊരു പരിഭവം ദൈവത്തോട് തോന്നും. കാര്യം ഇത്തരം 2 മനുഷ്യരെ നമ്മൾ ഇടവകകളിൽ കാണുന്നുണ്ട്. ദൈവത്തിന് വേണ്ടെന്ന് നടക്കുന്ന ആൾക്കാർക്ക്, ദൈവത്തിനെതിരെയും സഭയ്ക്കെതിരെയും സംസാരിക്കുന്ന ആൾക്ക് ചില സമയത്ത് അച്ഛന്മാരുടെ കൂടെ സപ്പോർട്ട് കിട്ടണം നമുക്ക് കാണാം. ഇടവകയിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ കാണും. കാര്യം അച്ഛന്മാർക്ക് വരുന്ന ആൾക്കാർക്കെല്ലാം ഈ ഓരോ ആൾക്കാരെയും പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പഴയ അച്ഛന്മാരുടെയൊക്കെ കത്തിക്കുത്തും കൊണ്ടുവന്ന ആൾക്കാർ പുതിയ അച്ഛൻ്റെ അടുത്ത് പൂമാലയും കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം നടക്കുമ്പോഴും ഇതൊന്നും നോക്കാതെ മറന്നു നിൽക്കണമെന്ന് വിചാരിക്കും. ദൈവമേ എന്ത് കഷ്ടമായിട്ടൊക്കെ നിൽക്കണം, എന്ത് ദൈവത്തോട് അടുപ്പമായിട്ടും പള്ളിയോട് അടുപ്പമായിട്ടും നിന്നിട്ട് ഇപ്പോൾ ഇരിക്കണ വികാരത്തെ തന്നെ മൈൻഡ് ചെയ്യണില്ല എന്ന് വിചാരിക്കും. അച്ഛൻ വിചാരിക്കണ ഗുണ്ടകളെയൊക്കെ അച്ഛൻ പിടിച്ച് കൈയെടുത്തിരിക്കണമെന്ന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകാത്ത കുറേ കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതാണ് മൂത്ത മകൻ പറയണത്. ഞാൻ അങ്ങയുടെയൊക്കെന്ന് വിട്ടുമിരിഞ്ഞ് നിന്നിട്ട് ഇത്രയും നാൾ അങ്ങയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഉല്ലസിക്കാൻ വേണ്ടി ഒരു കുഞ്ഞാടനെ പോലും ചോദിച്ചിട്ട് നീ എനിക്ക് തന്നില്ല. പക്ഷേ അപ്പം മറുപടി പറയുമോ അതിനെ? അല്ലാതെ നീ പോടാന്നല്ല പറയണത്. അപ്പം മറുപടി പറയും, എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. എപ്പോഴായാലും സമയത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, നിനക്കുള്ളത് നഷ്ടപ്പെടത്തില്ല. കർത്താവ് സംസാരിക്കുന്ന ഏറ്റവും നല്ല ഇൻ്റലിജൻറ്റ് ടോക്ക് അതാണ്. ഇവിടെ ഒരു സമയത്തിൻ്റെ വിഷയമുള്ളൂ, അതായത് നിനക്ക് നഷ്ടപ്പെടത്തില്ല. അതാണ് സമയത്തിൻ്റെ ഏറ്റവും വലിയ ഉപമയെന്ന് പറയണത്. എന്ന് വെച്ചാൽ മറ്റവൻ ചോദിച്ചു, അപ്പാ എൻ്റെ ഓഹരി ഇങ്ങോട്ട് വന്നേക്ക്, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ, എനിക്ക് നിങ്ങളുടെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി.
എന്ന് പറഞ്ഞ് ഇവൻ ബഹളം ഉണ്ടാക്കിയപ്പോൾ തന്നെ ബൈബിൾ എന്താ പറയണത്? തൽക്ഷണം അപ്പൻ വസ്തു ഭാഗിച്ചു, അവൻ്റെ ഓഹരി കൊടുത്ത്. തൽക്ഷണമാണ്, ഒട്ടും താമസിച്ചില്ലെന്ന്. അതായത് ഒട്ടും താമസിച്ചില്ല. പക്ഷെ മൂത്ത മകൻ ചോദിച്ചിട്ട് വായിട്ട് ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല. ഇപ്പം എന്നാ പറ്റിയിരിക്കണേ? അവന് ഉടനെ കിട്ടി, മൂത്ത മകന് താമസിച്ചാണ് കിട്ടണത്. അപ്പം സമയത്തിൻ്റെ പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. ഉടനെ കിട്ടിയവൻ ആകപ്പാടെ അലാക്കിലായിപ്പോയി. അനുഗ്രഹം ഉടനെ കിട്ടിയവനെ, കിട്ടാതിരുന്നവൻ ഇപ്പോഴും അപ്പൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം അപ്പൻ എന്താ പറയണത്? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന്. ഒരിക്കലും ദൈവവുമായിട്ട് നിങ്ങൾ ബാർഗെയിൻ ചെയ്യരുത്, പണി കിട്ടും. കാര്യം കർത്താവ് ചിന്തിക്കാതെയും ആലോചിക്കാതെയും ഒന്നും ചെയ്യത്തില്ല. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ 70 കൊല്ലത്തെ ജീവിതം അത്ര വലിയ വിഷയമല്ല. അതാണ് പ്രശ്നം. നിത്യത വരെയുള്ള ജീവിതത്തെക്കുറിച്ച് കണക്കാക്കിയിട്ട് ഈ നിത്യത നമുക്ക് കിട്ടുന്നില്ല എങ്കിലും ഇവിടെ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിച്ചെന്ന് പറഞ്ഞിട്ടും എത്രയോ പേര് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചു, വല്ല കഥയുണ്ടാകും. ഇവിടെ അഭ്യാസം കാണിച്ചിട്ടുള്ള ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? അഭ്യാസം കാണിച്ചിട്ടുള്ളവർ ഒരു ടൈം കഴിയുമ്പോൾ എല്ലാം കട്ടയും പുടവും മടക്കി ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ മാറണ കാണാം. ചിലപ്പോൾ വലിയ ആദരവോടുകൂടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കേരള സമൂഹം തന്നെ അവരെ കാണുകയും അവരുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ അത് പട്ടിയാൻ നോക്കണത് ആരും ഗവനിക്കത്തില്ല. ദൈവത്തിനെ വേണ്ടാതെ ജീവിച്ചവൻ, മനുഷ്യൻ്റെ വാക്കിന് വലിയ വില കൊടുത്ത് ജീവിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവന് വില കൊടുത്ത മനുഷ്യർ നാളെ മരിച്ചു പോകുമ്പോൾ പിന്നെ അവന് വില കൊടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കുന്നവൻ നിത്യത വരെ വിലയുള്ളവനായിട്ട് ജീവിക്കും. അതാണ് വിശ്വാസത്തിൻ്റെ മഹിമ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിത്യതയെക്കുറിച്ചുള്ള ആഴമായ പ്രബോധനത്താൽ ഞങ്ങളുടെ വിശ്വാസത്തെ മുദ്രയിടുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ തുറന്ന് ഈശോയെ നോക്കി ഈശോയെ നന്ദി. ഈശോയെ ആരാധന. ജീവിതം നിന്റെ കാരുണ്യമേ, ഈശോയെ മഹത്വം. ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാം വാക്യം ഇടയ്ക്ക് ഞാൻ പറയാറുള്ളതാണ്. ഇപ്പോഴത് പറയാൻ കാരണം ഈ ധൂർത്തപുത്രൻ്റെ കഥയിലെ മൂത്ത മകൻ്റെ അനുഭവങ്ങളില്ലേ, അത് ഈ വചനവും തമ്മിൽ നമ്മളിൽ ഒത്തിരി പേരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടു പോണതാണ്. ഹെബ്രായർ 10:36 എന്താ പറയണത്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്. ഇപ്പം സഹന ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു തുടർ സഹനം. അല്ലാതെ സഹനശക്തി വരത്തില്ല. എന്തിനാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി. ഇപ്പം എന്താ പ്രശ്നം? നിൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിൻ്റെതാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി ആ മൂത്ത മകൻ അപ്പൻ്റെ കൂടെ നിൽക്കുകയാണ്. അവൻ എന്ത് വേണമെന്നാണ് പറയണത്? സഹനശക്തി വേണം. അതുകൊണ്ടാണ് കുഞ്ഞാടിനെ പോലും ചോദിച്ചത് കൊടുക്കാഞ്ഞത്. പ്രാർത്ഥനയ്ക്ക് അവന് ഉത്തരം കിട്ടിയിട്ടില്ല. മിനിമമായിട്ട്, മാന്യമായിട്ട്, നോർമലായിട്ട്, നീതിയായിട്ട് ചോദിച്ച കാര്യം കൊടുത്തില്ല. അത് സഹനമായിട്ട് മാറിയപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞാടിനെ പോലും തന്നില്ലല്ലോ. അപ്പോൾ പറയും, അവൻ എന്തിനാ മറുപടി പറയണത്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി, അപ്പൻ്റെ പിതാവായ സ്വർഗപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി വാഗ്ദാനം പ്രാപിക്കാൻ ഒരു കുഞ്ഞാടിനെ ചോദിക്കുമ്പോൾ
ഈ ഏശാവ് തോറ്റുപോയെന്ന് വിചാരിച്ച ആളാണ് യാക്കോബ്. കാര്യം യാക്കോബിൻ്റെ കടിഞ്ഞുള്ള അവകാശം ഏശാവിൻ്റെ കടിഞ്ഞുള്ള അവകാശം അടിച്ചു മാറ്റി നാട് വിട്ടുപോയ ആളാണ് യാക്കോബ്. അയാളത് പോയി കല്യാണം കഴിച്ചു. 6 സ്ത്രീകൾ അയാളുമായിട്ട് ബന്ധമുണ്ടായി. 12 മക്കൾ ജനിച്ചു. അന്നത്തെ കാലത്തിൻ്റെ രീതിയാണത്. 40 പശുക്കൾ, 400 ആടുകൾ, 80 ഒട്ടകങ്ങൾ. അയാളിങ്ങനെ ഒരു രാജാവായിട്ട് വരുമ്പോൾ താൻ കടിഞ്ഞുള്ള അവകാശം അടിച്ചു മാറ്റിയിരിക്കണം. ഇതെല്ലാം എങ്ങനെ ഉണ്ടായതാണ്? ചേട്ടനെ പറ്റിച്ചുണ്ടാക്കിയതാണ്. ചേട്ടനാണ് എന്നും പറഞ്ഞ് അനിയൻ ചേട്ടൻ്റെ ഉടുപ്പെടുത്ത് രോമക്കുപ്പ എടുത്ത് അപ്പൻ്റെ കണ്ണ് കാണാത്ത അപ്പൻ്റെ അടുത്ത് പോയി. അപ്പൻ തപ്പി നോക്കി അറിയാതെ അനുഗ്രഹിച്ചുണ്ടാക്കി തട്ടിപ്പ് പരിപാടി നടത്തിയതാണ്. തട്ടിപ്പ് പരിപാടി നടത്തിയാണ് ഈ അനുഗ്രഹം എല്ലാം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇപ്പോഴും പല ആൾക്കാരൊക്കെ എന്തിനാണ് തോറ്റു പോകണമെന്ന് പോലെ തോന്നുന്നറിയാമോ? കള്ളനോട്ട്, അതുപോലെ തന്നെ തട്ടിപ്പുകൾ നടത്തുന്ന ആൾക്കാർക്ക് ഒത്തിരി കാശുണ്ട്. അവർ സ്ഥലങ്ങൾ വലിയ വിലയ്ക്ക് മേടിക്കുമ്പോൾ പാവപ്പെട്ടവന് സ്ഥലം മേടിക്കാൻ പറ്റണില്ല. കാര്യം പാവപ്പെട്ടവന് ഇപ്പോൾ ഒരു കടയിൽ തന്നെ വന്ന് കടപ്പുറത്ത് മീനില്ലെങ്കിൽ നമ്മൾ ചന്തയിൽ വന്ന് ഒരു ചൊറകിന് വില പറഞ്ഞ്, ഒരു അറക്കക്കുഞ്ഞിന് വില പറഞ്ഞു കഴിയുമ്പോൾ അതിന് 100 രൂപ പറയണം. ചെറിയ അറക്കക്കുഞ്ഞല്ലേ. അപ്പോഴുണ്ട് വേറെ എടുത്ത് സംബന്ധിച്ചും അതിന് 200 രൂപ കൊടുത്തെടുത്തുകൊണ്ട് പോകും. എന്താ കാര്യം? ഇവൻ 100 രൂപ അധ്വാനിച്ചുണ്ടാക്കിയാണ്, മറ്റവൻ കള്ളനോട്ടം കൊണ്ട് നടക്കുകയാണ്. ഓട്ടം ഇരട്ടിപ്പിച്ചും ആൾക്കാരെ പറ്റിച്ചും ഉണ്ടാക്കിയ കാശാണ്. അതുകൊണ്ടാണ് വലിയ വില കൊടുത്തെടുക്കുന്നത്. നമ്മുടെ വീട് സ്ഥലമൊക്കെ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ വലിയ വില പറയുമ്പോൾ ഓർക്ക് അവൻ്റെ ഈ കള്ളനാണ് ഇരിക്കണമെന്ന് മനസ്സിലാക്കണം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് ആരും വ്യർത്ഥമായിട്ട് കാശ് നോട്ട് വിതറി സാധനം മേടിക്കത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരം കാണിക്കുന്നവനാണ് വലിയ ആളായിട്ട് നിൽക്കുന്നത്. അത് കമ്മ്യൂണിസം വന്നാലും ശരി, അങ്ങനെ കള്ളത്തരം കാണിച്ച് വലിയ ആൾക്കാരുടെ നിൽക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. റിസോർട്ടിലൊക്കെ ED വന്നിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരദേശത്ത് എത്ര റിസോർട്ടിലാണ് കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ? പിടിച്ചില്ലേ അവർ? എൻ്റെ അടക്കേണ്ടി വന്നില്ല കോടികളെ കൊണ്ടേ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഏത് ഇസമൊക്കെ വന്നാലും ഇവിടെ കള്ളത്തരം കാണിക്കുന്നവന് എപ്പോഴും കൈ നിറച്ച് കാശുണ്ടാവും. അത് ലോകത്തിൻ്റെ രീതികളാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നിപ്പോവും. അതാണ് പ്രലോഭനം എന്ന് പറയണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള എന്താ പ്രശ്നം? നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചുപിടിച്ച് ജീവിച്ചാൽ പോരല്ലോ. നിത്യത വേണ്ടേ? നിത്യത ഈശോൻ്റെ കൂടെ ജീവിക്കണ്ടേ? അപ്പം ചിലത് കണ്ടില്ലെന്ന് നമ്മൾ നടിക്കും. ചിലത് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്ന് ധരിക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് വഴിമാറിപ്പോവും. എന്തിനാണ് വഴിമാറിപ്പോണത്? നമുക്കതുപോലെ ആരുമായിട്ടങ്ങനെ. അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം കോമ്പറ്റ് ചെയ്യണമെന്ന് വചനം പറയും. പരസ്പരം 2 കൊറിന്ത്യർ 10:12 നിങ്ങൾ പരസ്പരം മത്സരിക്കരുത്. കള്ളപ്പണക്കാരനോട് ഇതൊക്കെ മത്സരിക്കാൻ പറ്റുമോ? ആരോഗ്യമുള്ള ആൾക്കാരുമായിട്ട് നിനക്ക് അശ്വമായിട്ടുള്ള ആൾക്കാർക്ക് മത്സരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കർത്താവ് മത്സരം ബാൻ ചെയ്തിരിക്കുകയാണ്. ആരുമായിട്ട് മത്സരിക്കരുത്. എന്താ കാര്യം? ആര് ജയിക്കും ആര് തോക്കുമെന്ന് നമ്മൾ ചിലരെ തോപ്പിച്ചെന്ന് വിചാരിക്കണതാണ്. അതൊക്കെ മണ്ടത്തരമാണ്. ദൈവം വിചാരിക്കാതെ ആരാണ് തോക്കണത്? യാക്കോബ് അങ്ങനെ വിചാരിച്ചായിരുന്നു. ചേട്ടൻ്റെ കുപ്പായ അടിച്ചു മാറ്റിക്കൊണ്ടേ ചേട്ടനാണ് താനെന്നും പറഞ്ഞ് ആദിജാതൻ്റെ അനുഗ്രഹം കണ്ണും പൊട്ടനായിരിക്കുന്ന അപ്പൻ്റെ ഒക്കെ അടിച്ചു മാറ്റിയ ആളാണ്. അമ്മയുടെ ഒത്താശയോടുകൂടി അവനങ്ങനെ പോയി രക്ഷപ്പെട്ട് അവൻ തിരിച്ചു വരികയാണ്. 12 മക്കളും 6 ഭാര്യമാരും പിന്നെ അതുപോലെ തന്നെ ഉപനാരികളൊക്കെ ഇട്ട് അവൻ തിരിച്ചു വരികയാണ്. കുറേ ദാസന്മാരൊക്കെ തിരിച്ചു വരികയാണ്. അപ്പോഴുണ്ട് കത്തിയും കവണയായിട്ട് ചേട്ടനെ ഇന്നല്ലെങ്കിൽ നാളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് യാക്കോബിനറിയാം. അവൻ പേടിച്ചു. അവനെന്ത് ചെയ്ത്? അവൻ ഏശാവ് തന്നെ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു 40 പശുവിനെ മാറ്റി, ഒരു 80 ഒട്ടകത്തെ മാറ്റി, ഒരു 200 ആടിനെ മാറ്റി, ഇങ്ങനെ കുറേ ആൾക്കാർ ഇതിനെ മാറ്റിയിട്ട് ഇതിനെ നേരത്തെ മുമ്പേ വിട്ട് ഏശാവെങ്ങാനും വരികയാണെങ്കിൽ അവൻ്റെ മൂട് ആക്രമിക്കുകയാണെങ്കിൽ ചോദിക്കുമ്പോൾ പറയാം, ഇത്
അങ്ങയുടെ അനുജൻ അങ്ങയ്ക്ക് കൊടുത്തു വിട്ടതാണെന്ന് പറയാം. പക്ഷേ യേശാവ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അനിയനെ കാണാനുള്ള സ്നേഹത്തിൽ അവൻ പണ്ടതെല്ലാം മറന്നിട്ട് അവൻ ഓടി വരും. യേശാവിൻ്റെ ആ വരവെന്ന് പറഞ്ഞത് 1.5 വരവാണ്. വന്നിട്ട് ഇവരൊക്കെ ഒരു ആഞ്ഞ് പുരുകി കെട്ടിപ്പിടിക്കും. എത്ര കാലമായിടാ ഒന്ന് കണ്ടിട്ടെന്ന് ചോദിക്കും. ചേട്ടൻ അജയനോട് ചോദിക്കും. അപ്പോഴ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറേ ആൾക്കാർ പറഞ്ഞു ആ ആടിനെയും ഒട്ടകത്തെയൊക്കെ ഞാനെടുക്കാൻ, എനിക്കിതൊക്കെ വേണ്ടോളം ഉണ്ടടാ. അപ്പം യേശാവ് യാക്കോബ് ഞൊട്ടി. എന്താ കാര്യം? പറ്റിച്ചെന്നാ വിചാരിച്ചത്. ദൈവം പറ്റിച്ചില്ലെങ്കിൽ മനുഷ്യനെ പറ്റിക്കാൻ പറ്റുമോ? ഈ ഗോഡ് വേ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആരും പറ്റിച്ചു പോയി പറഞ്ഞെന്ന് കുറഞ്ഞു പോയെന്ന് ആരും ധരിക്കേണ്ട കാര്യമില്ല. നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ പറ്റിച്ചില്ലെങ്കിൽ നീ ജീവിക്കും. യേശാവിന് പറയണേ എനിക്കതൊക്കെ വേണ്ടോളം ഉണ്ടടാന്ന്. അപ്പം ഇവ വാ പൊളിച്ചു. ആദ്യജാതൻ്റെ അനുഗ്രഹം ഞാനല്ലേ അടിച്ചു മാറ്റിയത്, എനിക്കല്ലേ അനുഗ്രഹമെല്ലാം കിട്ടിയത്, പിന്നെ ഇതെങ്ങനെ കിട്ടിയെന്ന് അത് കർത്താവ് കൊടുത്തതാണ്. അപ്പം ആരും തോറ്റാ ജയിച്ചാൽ ഇപ്പം പറയണ്ട. അതുകൊണ്ട് പരസ്പരം മത്സരവും വേണ്ടെന്നാണ് ഈശോയുടെ വചനത്തിൻ്റെ ഒരു പൊരുള്. വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഇസ് ദ ലോഡ്. നിങ്ങൾ കാത്തിരിക്കുക കർത്താവ് ഇത്ര മധുരമുള്ളവനാണെന്ന്. അവിടെ പെയ്ത് പിറക്കേണ്ട കാര്യമില്ല, വ്യഗ്രത കാണിക്കേണ്ട കാര്യമില്ല, പെരുപിറക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്താണ്? കർത്താവിൻ്റെ ഇത്തിരി സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവന്നേ ഉള്ളൂ മക്കളെ, വേറെ ഒന്നും സംഭവിക്കത്തില്ല. ദൂർത്തപുത്രന് നേരത്തെ കൊടുത്തു. അതുകൊണ്ട് നേരത്തെ കൊടുത്തതിൻ്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിച്ചത്. മൂത്തവനോട് പറഞ്ഞ ഒരു കുഞ്ഞാടിനപ്പുറം തന്നെ കൈയും കാലും ഞാൻ വിട്ടു എന്ന് പറഞ്ഞു. നീ എന്നോട് ചോദിച്ചത്, നീ വല്ലതും ചോദിച്ചതിന് കൈയും കാലും വിട്ടു. എന്താ കാര്യം? നേരത്തെ കൊടുത്തവൻ വേശികളുടെ കൂടെ അതിൻ്റെ പന്നിയായിട്ട് അവൻ ജീവിക്കലിവിടെ. നീ എൻ്റെ കൂടെ ഉണ്ടല്ല എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇത് കേൾക്കണ്ടേ എന്നാൽ മിണ്ടാണ്ടിരിക്കുക. കർത്താവിൻ്റെ കൂടെ ശാന്തമായ അമ്മയെപ്പോലെ സഞ്ചരിക്കൂ. ശ്രുതികണ്ടേ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ ഞങ്ങളെ സ്പർശിക്കുന്നത് പറയുന്നു. ആഴമായ വചനബോധ്യത്തില് ഉടമ്പടി ധ്യാനത്തില് പങ്കെടുക്കുന്ന മക്കളെ ഞങ്ങളെ സ്പർശിച്ചത് പറയുന്നു. മനസ്സിലെ നിയോഗങ്ങളും പരിശ്രമ നിയോഗങ്ങളും ഉടമ്പടി നിയോഗങ്ങളും ആരാധന. ജീവിതം ഞങ്ങളെ സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, എല്ലാവരും എഴുന്നേൽക്കുക. കർത്താവ് വചനം നൽകി നമ്മളെ ധന്യമാക്കി. ഇതുപോലെ നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കാൻ പോവുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ ഈ ആരാധനയിലെ അനധിവിദൂരങ്ങളിൽ പോലും സുഖപ്പെട്ട വലിയ മരിയൻ കൃപാഭിഷേക ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധനയാണ്. അതുകൊണ്ട് നീ വളരെ പ്രത്യാശയോട് വേണം ആൾത്താരിലേക്ക് നോക്കാൻ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന അങ്ങയുടെ അഭിഷിക്തന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ലോകാന്തരങ്ങളിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ അങ്ങയുടെ വലത് കരത്താൽ തിരുമുറുവാറുന്ന അത്ഭുത കരത്താൽ സ്പർശിക്കണമേ. എന്റെ കർത്താവേ, വേദനയോടെ എന്നാൽ വിശ്വാസത്തോടെ ഞങ്ങൾ
ശരണം പ്രാപിച്ചുകൊണ്ട് അങ്ങയിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ഈശോയെ ഈശോയെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ഈ പ്രാർത്ഥനാ ഈ പ്രാർത്ഥനാ സമയത്ത് അങ്ങ് ഞങ്ങൾ അടിപ്പിണർ പോലെ ആഘാതം പോലെ ദൈവിക ശക്തി സ്വർഗത്തിൽ നിന്ന് ഓരോ കുടുംബങ്ങളിലെ നിബന്ധിക്കട്ടെ. രോഗികളിലെ കർത്താവിന്റെ ശക്തി ഇറങ്ങട്ടെ. കർത്താവേ, സമാധാനമില്ലാത്തവരെ, സാമ്പത്തിക കടമുള്ളവരെ, മക്കളില്ലാത്തവരെ, താമസിക്കുന്നവരെ, വീടില്ലാത്തവരെ, തോക്കുന്നവരെ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ, പരാജയപ്പെടുന്നവരെ, ലഭിക്കാത്തവരെ, സാമ്പത്തിക കടങ്ങളാൽ ഭാരപ്പെടുന്നവരുടെ കർത്താവിന്റെ ശക്തി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ആരാധനകളുടെ ശക്തിയാൽ പറഞ്ഞിട്ടുള്ള ദൈവവിശ്വാസികളുടെ ശക്തിയാൽ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളുടെ രോഗങ്ങള് മാറിപ്പോകട്ടെ. ഈശോയെ സൗഖ്യപ്പെടുത്തുന്നതിന് മാരക രോഗങ്ങൾ സുഖപ്പെടുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. യേശുവേ ആരാധന. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. മെഴുതിരി പോലെ ഹൃദയം മുരുകും നേരം സന്തോഷത്തോടെ എരിയും മെഴുതിരി പോലെ ഹൃദയം മുരുകും നേരം സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. യേശുവേ ആരാധന. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എന്നിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, സാമ്പത്തിക ബാധ്യതകളാല് ഈശോയെ വിഷമം അനുഭവിക്കുന്നവരെ പ്രാർത്ഥനാ സമയത്ത് സ്പർശിക്കണമേ. പലതരത്തിലുള്ള സാമ്പത്തിക വാങ്ങലുകളിലെ അങ്ങ് കക്ഷി ചേരണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ സാന്ത്വനപ്പെടുത്തണമേ. മക്കള് ഞങ്ങളുടെ കണ്ണുവെട്ടത്തില്ലാത്ത മക്കള്, കണ്ണുവെട്ടത്തിലുള്ള മക്കള്, പലതരത്തിലുള്ള പൈശാചിക തിന്മയുടെ ബന്ധനങ്ങളിലും അകപ്പെട്ടിരിക്കുന്നവരെ കർത്താവിന്റെ ശക്തി ഇറങ്ങട്ടെ. നാമത്തിൽ തടസ്സങ്ങള് മാറിപ്പോകട്ടെ. ശക്തി ഈ മക്കൾ ഓരോ നിറയുന്ന നന്ദി പറയുന്നു. സ്തുതിക്കുന്ന ആരാധന. ജീസസ് ജീസസ് മനസ്സിൽ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം.
ഒരു പ്രാർത്ഥികർത്താവായ ദൈവമേ, മുടി കൊഴിയുന്നവരുടെ വിശുദ്ധമായ വലതുകരം വയ്ക്കണമേ. ജോലി, ക്ഷീണം, കർത്താവേ, ത്വക്ക് രോഗങ്ങളുടെ മേൽ വിശുദ്ധ രക്തത്താൽ കാല് മുതല് ഉച്ചവരെ കഴുകണമേ. ഹൃദയ രോഗങ്ങള്, കരൾ രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, അസ്ഥിയുരുക്കങ്ങള്, കർത്താവേ, കിഡ്നി രോഗങ്ങള്, വാതരോഗങ്ങള് കർത്താവേ സ്പർശിക്കണമേ. ശ്വാസകോശ രോഗികളെ സ്പർശിക്കണമേ. തൈറോയ്ഡ് രോഗികളെ, രോഗികള്, ഞരമ്പുകൾക്ക് രോഗമുള്ളവരെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ സ്പർശിക്കുന്നതിന് സൗഖ്യപ്പെടുന്ന പറയുന്നു. ഹല്ലേലൂയ. സുഖമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതീവ വേദനയോടെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങള്, ഓരോ രോഗങ്ങള്, തൊഴിലില്ലാത്ത അവസ്ഥകള്, വരുമാനമില്ലാത്ത അവസ്ഥകള്, കടകമ്പോളങ്ങള്, അടഞ്ഞുപോയ അവസ്ഥകള്, അത് തുറക്കുന്നതിന് വേണ്ടി ആസ്തിയില്ലാത്ത അവസ്ഥകള്, എന്ത് ജോലിക്ക് എവിടെ അന്വേഷിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവര്, ഇന്റർവ്യൂ തോറ്റുപോയവര്, പരീക്ഷ തോറ്റുപോയവര്, ലോൺ കിട്ടാത്തവര്, കർത്താവെ കടം തിരിച്ചടക്കാൻ പറ്റാത്തവര്, വിവാഹ തടസ്സമുള്ളവര്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴേ കർത്താവ് സ്മരിച്ചിക്കട്ടെ. കർത്താവ് സ്മരിച്ചിക്കട്ടെ. ഞങ്ങളുടെ മേൽ ഉടമ്പടിയുള്ള മക്കളുടെ മേൽ പതിക്കുന്നത് പറയുന്നു. അവര് സ്പർശിക്കുന്നത് പറയുന്നു. ലോകത്തിൽ പ്രാർത്ഥിക്കുന്നവര്, ശത്രുവിനെ കണ്ട് പ്രാർത്ഥിക്കുന്നവര് സ്പർശിക്കുന്നത് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് കൈകൾക്കൊപ്പി ഒരു നിമിഷം മൗനമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം സ്വീകരിക്കാൻ സമയമാണ്. കണ്ണുകളടച്ച് കൈകൾക്കൊപ്പി ഒരു നിമിഷം മൗനമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ബോൾസിൽ, ജനനേന്ദ്രത്തിൻ്റെ ബോൾസിൽ വീക്കമുള്ളതും ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റിയായിട്ട് കാണപ്പെടുന്നു. അടുത്ത ബോൾസിൽ എന്ത് തകരാറുണ്ടെന്ന് പറയുന്നു. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോഴും പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ബോൾസിലുള്ള പ്രശ്നങ്ങളിലുള്ള സൗഖ്യമാണ് ഇപ്പോഴും പറഞ്ഞത്. അത് ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണെന്ന് ഈശോ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്നത്. നെഞ്ചിൻ്റെ കൂമ്പിനിരുന്നുണ്ട് മുഴയും, അതുകൊണ്ട് ശ്വാസതടസ്സവും ശ്വാസം എടുക്കുമ്പോൾ വേദനയുള്ള വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ബാലാഖമാരെ സ്വപ്നം കാണുക, ദർശനം കാണുക ചെയ്ത വ്യക്തികളെ കർത്താവ് കാണിച്ചിരുന്നുണ്ട്. ഇതുപോലെയുള്ള അമ്മമാതാവിന് സ്വപ്നം കണ്ടവരെ എല്ലാം 14 പേരോളം ഈ വ്യത്യസ്തങ്ങളായ ദർശന സ്വപ്നം കണ്ടവരുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേക കാരുണ്യമുണ്ട്. നിങ്ങൾ സാക്ഷികളെ കർത്താവ് ഉയർത്തുന്നു. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഇപ്പോഴേ അതിന് ആശീർവാദം സ്വീകരിക്കേണ്ടതാണ്. കണ്ണുകളെ കർത്താവ് കാണിച്ചുകൊണ്ട് കണ്ണിൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ചക്കുറവ് കർത്താവ് കാണിക്കുന്നുണ്ട്. ആ കണ്ണിനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ആ കണ്ണ് കർത്താവ് കാഴ്ചയ്ക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ക്യാൻസറിനെ കാണിച്ചിരുന്നുണ്ട്, മുഴയെ കാണിച്ചിരുന്നുണ്ട്, മുഖത്തും കഴുത്തിനുമൊക്കെ മുഴയുള്ളവരെ കാണിച്ചിരുന്നുണ്ട്. അവിടെയെല്ലാം കർത്താവിന്റെ തിരുമുറുപാട് വലത് കർത്തിന്റെ സ്പർശനമുണ്ട്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാൻ എല്ലാവരും മുട്ട നിൽക്കുക. കൈകൾക്കൊപ്പി മുട്ട നിൽക്കുക, ശിരസ് നമിച്ച് മുട്ട നിൽക്കുക. ഈശോ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കും നിന്റെ കുടുംബത്തിന് വേണ്ടി. അപ്പം ഈശോ നിന്നെ ആശീർവദിക്കുന്ന സ്വർഗീയമായ വലിയ ധന്യ നിമിഷങ്ങൾക്ക് വേണ്ടി ശിരസ് നമിക്കാം. ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്.
ഇരുകരങ്ങളും ദൈവത്തിരുസനത്തിലേക്ക് ഉയർത്തി നിങ്ങളുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ 1, 2, 3, 4 തവണകൾ പുതുക്കി സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. സമർപ്പിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഈശോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളെയും തൊടുകയാണ്, ഉടമ്പടി നിയോഗങ്ങളെ തൊടുകയാണ്. മാരക രോഗികളെ ഈശോ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. ഭവനരഹിതരെയും സദാനരഹിതരെയും തൊഴിലരഹിതരെയും ഈശോ സ്പർശിക്കുകയാണ്. കുടുംബ സമാധാനമില്ലാത്ത വീണ്ടെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണം, കൃപാസനത്തിന്റെ പ്രത്യക്ഷയായ പരിശുദ്ധത്തിൽ തിരുസഭയെ സ്പർശിക്കുന്നു. ജോസഫിനെ പ്രാർത്ഥിക്കുന്നു. കൃപാസന ഓരോ ശുശ്രൂഷകള് ഇപ്പോൾ കണ്ട് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ യേശുവേ ആരാധന. ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആവേ 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 ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളെ